ഗുഡ് ഈവനിങ്. നമ്മുടെ മുല്ലയൊക്കെ പൂത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫുൾ ഇലയായിട്ട് നിൽക്കുകയാണേ. ഇങ്ങനെ നിന്നാൽ അടുത്ത പ്രാവശ്യം പൊട്ടിക്കിളിച്ച് അതിനകത്ത് പൂക്കൾ പിടിക്കാൻ പാടായതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതിനുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത പ്രാവശ്യം പൂ പിടിക്കുമ്പോൾ നല്ലപോലെ പൊട്ടിക്കിളിച്ച് ഒരുപാട് പൂക്കൾ പിടിക്കുകയെ. മുല്ല വെട്ടിക്കഴിഞ്ഞിട്ട് നേരെ വയലിലോട്ടാണ് പോയത്. അപ്പോൾ വയലിൽ ചെന്നപ്പോൾ അവിടെ മൊത്തം പോച്ച കയറി കിടപ്പുണ്ടായിരുന്നു. മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പോച്ചയെല്ലാം പിടിച്ചിരിക്കുന്നത്. നീ നോക്കിക്കേ, നമ്മളന്ന് കണ്ട ടെന്നീസ് ബോളിൻ്റെ വലിപ്പമുള്ള തണ്ണിമത്തൻ ഇപ്പോൾ അതിൻ്റെ മൂന്നാലിരട്ടി വലിപ്പം വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ തണ്ണിമത്തനും ഏകദേശം അതുപോലെ തന്നെ വലിപ്പം വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചെറിയ കുറേ തണ്ണിമത്തൻ ഉണ്ടായിരുന്നെല്ലാം ചീഞ്ഞു പോയിട്ടുണ്ട്. അത് മഴ കൂടിയതിൻ്റെ പ്രശ്നമാണ്. തണ്ണിമത്തന് സാധാരണ യോജിക്കുന്നത് അത്യാവശ്യം ചൂടുള്ള കാലാവസ്ഥ തന്നെയാണ്. മഴ കൂടുമ്പോൾ ഈ കുഞ്ഞു തണ്ണിമത്തനെല്ലാം ചീഞ്ഞു പോകും. അതാ ഒരു വലിയ വിഷമം നമുക്ക്. ഇനി ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഊതി കളിക്കാറുന്ന ഒരു അപ്പൂപ്പൻ താടി പോലത്തെ സംഭവമാണ്. എനിക്കിതൊക്കെ കാണുമ്പോൾ കുട്ടിക്കാലത്തേക്ക് പോകുന്ന പോലെ തോന്നാറുണ്ട്. ഇതെത്ര ഊതിയിട്ടും പോകുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ ബലമായിട്ട് പിടിച്ചു വെച്ച് ഊതി, അപ്പോഴാണ് പോയത്. പിന്നെ നിങ്ങൾ ഇത് കണ്ടോ? ഇത് നമ്മുടെ ഇവിടുത്തെ ഈ ചാലാണേ. പക്ഷേ മഴ പെയ്തപ്പോഴത്തേക്കിനും അതിൽ നിറച്ച് വെള്ളം വീണിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ ഒരു വെള്ളത്തിനൊരു വൈറ്റ് കളർ ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ഇവിടെ നല്ല മഴയും ഇടിയും മിന്നലും ഒക്കെ ആയിരുന്നു. അത് കാരണം നമ്മുടെ ചീനിയെല്ലാം മഴയത്ത് ചരിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെ തേക്കിൻ്റെ കമ്പും എല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നു മഴയത്ത്. ആകാശം ഇന്ന് കാണാൻ നല്ല തെളിച്ചമുണ്ട്. പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റായിരുന്നു 2 ദിവസം മുന്നേ. മഴ ഇടിയും കാരണം കറണ്ട് പോയി ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നേ. അപ്പോൾ ടാറ്റ ബൈ ബൈ.